അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ ബൈ. അപ്പൊ ഇന്ന് നമ്മൾ അമ്മാമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് വന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശിഷ്ട അതിഥി വിലാസിനിക്കുട്ടി. എൻ്റെ അമ്മുമ്മയാണ്, എൻ്റെ അമ്മയുടെ അമ്മ. ഇന്ന് ബർത്ത്ഡേ ആണ് സുന്ദരിക്കുട്ടിയുടെ. എല്ലാ വർഷവും ഓണത്തിന് നമ്മള് ബർത്ത്ഡേ, ഇങ്ങോട്ട് നോക്ക്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുന്ദരിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ മറ്റേമ്മ. അപ്പൊ ഇന്ന് ഞങ്ങൾ അമ്മാമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ 2-3 സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ശിവേരി പോയി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം എന്താ വർക്കല ക്ലിഫി വന്നേക്കുവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫാമിലി, എൻ്റെ അമ്മയുടെ ഫാമിലിയാണ്. ഓക്കെ ഹായ് മാമി. മാമി ശ്രീ ശ്രീ അച്ഛൻ ഹായ് ഹായ് പറ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അച്ഛൻ, ബർത്ത്ഡേ കുട്ടിയുടെ ഭർത്താവ്. ഓക്കെ, ഇത് എൻ്റെ ബ്രദറാണ്. അവൻ ഗൾഫിൽ നിന്ന് ഇപ്പം ലീവിന് വന്നേക്കോ. അപ്പം മൂത്ത മാമനും മാമിയുണ്ട്, ഇളയ മാമനും മാമിയുണ്ട്. ഇതാണ് കൈപിടി അച്ഛാ, കൈപിടി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അച്ഛനും മറ്റേമ്മയും. രണ്ടുപേരും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി കാണും? 56 വർഷമായി. കണ്ടോ, ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞെ പോലെയാണ് മറ്റേമ്മയെ കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ കളിയാക്കി കൃഷ്ണനും രാധയെന്നുമാണ് വിളിക്കുന്നത്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് അച്ഛനും മറ്റേമ്മയും ഗ്ലാസ്സൊക്കെ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. സുന്ദരം തന്നെ. പിന്നെ ഋതുവിനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ബിജുവാമനെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പം ഋതുവിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടം, ബിജുവാമനെ. അത് കാരണം അങ്ങനെ ഇന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, പരവൂരോട്ട് പോവുക. അപ്പോൾ പരവൂര് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നേക്കും കേട്ടോ. കരിയിലക്കടവെന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, പരവൂരാണ്. നല്ല ഫുഡൊക്കെയാണ് ഇവിടെ. ഇതിനു മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ 90ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ വന്നത്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു കായലിൻ്റെ തീരത്താണ്, നമ്മളെ പരവൂർ കായലിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു കേട്ടോ. ഫുഡ് വരാൻ കുറച്ച് താമസം എടുക്കും. പിന്നെ ഫുഡ് വന്നപ്പം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാവരും വേഗം വിശന്ന് കാരണം കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ സൈഡിൽ എല്ലാവരും ചുമ്മാ കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ആദ്യം കൊച്ചുങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോളായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ വന്നിരുന്നു ഐസ്ക്രീം കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ പോയി എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിനി അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകുക കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും വന്നു. അപ്പോൾ കേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക്. അപ്പോൾ കേക്ക് മുറിക്കാൻ എല്ലാവരും റെഡിയായി. അപ്പോൾ അമ്മാമ്മേനെ വേറെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഞാനും അമ്മയും കൂടി ഇരുത്തി കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാൻ അമ്മാമ്മ റെഡി ആയിരിക്കുവാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കെട്ടിപ്പിടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി വായി വെച്ചോട്, അച്ഛൻ്റെ വായി വെച്ചോട്. അച്ഛ തിരിച്ച് വായി വെച്ചോട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ വായിച്ച് കൊടുത്തു. പിന്നെ വിജയമ്മ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു, റോയിയും പാട്ടൊക്കെ പാടി. നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഈ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും ഓരോരുത്തരുടെയും പേരിൽ ജന്മദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. പിന്നെ എല്ലാവരും നിന്നൊരു ഫാമിലി ഫോട്ടോ ഒക്കെ കുറേ എടുത്തു. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. അച്ഛനും മറ്റേമ്മയും കൈയൊക്കെ കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി ഇരുന്നു. ഞാൻ മറ്റേമ്മയെ കൊണ്ട് ഇങ്ങനെ എടുത്തു പൊക്കി ബിജു അമ്മ
മറ്റേമ്മ എടുത്ത് പൊക്കി ഡാൻസൊക്കെ കളിച്ച് എടുത്ത് പൊക്കി വെച്ച് കഴിഞ്ഞപ്പോൾ മറ്റേമ്മയ്ക്ക് ബാലൻസ് കിട്ടിയില്ല, ബാലൻസ് പോയ കണക്കായിരുന്നു. അങ്ങനെ നല്ല നല്ല സന്തോഷമായിരുന്നു. കൊച്ചുവിനെയും വല്യമ്മച്ചീനെയൊക്കെ മിസ് ചെയ്തു. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം തോന്നി. പിന്നെ ഡാൻസ് പരിപാടി കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചപ്പം തന്നെ മത്ത് പിടിച്ചായിരുന്നു. അപ്പോൾ ഈ കേക്കും കൂടെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരിയായിരുന്നു. പിന്നെ ഞാൻ റോയും കൂടെ അമ്മയും കൂടെ ചുമ്മാ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് ബാക്കി എല്ലാവർക്കും മടുത്തായിരുന്നു. അത് കഴിഞ്ഞ് റിതു റോയും കൂടെ ചുമ്മാ വട്ടമൊക്കെ കറങ്ങി അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അപ്പം അമ്മാമ്മയുടെ ഈ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാശാരിവിള കുടുംബം. ഓക്കെ, ബായ്.